ഹലോ ഗായ്സ്, മഴയൊക്കെ മാറിയിട്ട് കുറച്ച് മാങ്ങ പറിക്കാനും ചക്കയിടാനെന്നൊക്കെ ഓർത്ത് നിൽക്കുന്നതാണേ. എന്നാ മഴയാല്ലേ 2 ദിവസമായിട്ട്. നിങ്ങളുടെയൊക്കെ അവിടെ മഴയായിരിക്കും അല്ലേ? കേരളത്തിൽ മൊത്തം മഴയാണെന്ന് കേട്ടെ. അപ്പം മഴയൊക്കെ മാറി, നമുക്കിനി തോട്ടി എടുത്തോണ്ട് വരാവേ. നമുക്കിനി അരുവാച്ചേ തോട്ടി ഒന്ന് കെട്ടാവേ. നമ്മുടെ ഡ്രസ്സൊന്നും ആരും നോക്കില്ല കേട്ടോ, കാരണം ഇത് പണിക്ക് വേണ്ടി ഇടുന്ന ഡ്രസ്സാണ് കേട്ടോ. കുറേ ചെളിയൊക്കെ കാണും. അങ്ങനെ അരുവ കിട്ടി കഴിഞ്ഞു കേട്ടോ. നമുക്കിനി പോയാലോ? താഴത്തെ പറമ്പിലാണേ പ്ലാവും മാവും ഒക്കെ നിൽക്കുന്നത്. കൂടെ എൻ്റെ വൈഫുണ്ട് കേട്ടോ. അവൾ വീഡിയോ എടുക്കുന്നത് കണ്ടുകൊണ്ട് ഫ്രണ്ടിൽ ഓടുവാണേ. നമ്മൾ താഴത്തെ പറമ്പിൽ എത്തിയിരിക്കുകയാണ്. വളഞ്ഞും പുളഞ്ഞൊക്കെയാണ് വഴി. അതുകൊണ്ട് നമുക്ക് തോട്ടി നേരെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. റബ്ബർ തോട്ടമാണ്, റബ്ബർ മരം ഉള്ളതുകൊണ്ടേ നമുക്കത് വെച്ച് ഇങ്ങനെ എടുത്ത് പോകാനേ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് മാവ് നിൽക്കുന്ന സ്ഥലം ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ പാറമട. ചെറിയൊരു പാറക്കുളം ഉണ്ട് കേട്ടോ. വെള്ളമൊക്കെ ചീത്തയാണ്. പിന്നെ പശു അവിടെ നിൽപ്പുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങ് അറ്റത്ത് നിൽപ്പുണ്ട് പശു. ഇതാണ് ഞങ്ങളുടെ പാറക്കുളം. പാറമടയുടെ താഴെ കേട്ടോ പ്ലാവ് നിൽക്കുന്നത്. നിങ്ങളെ വ്യൂ ഒന്ന് കാണിച്ചു തരാവേ. ഇതാണ് മാവ്. ഇവിടെ മാങ്ങ കാണാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. മാങ്ങ കിടക്കുന്ന ഇതാണ് മാവ്. തൊട്ടപ്പുറത്തായിട്ട് പ്ലാവും ഉണ്ട് കേട്ടോ. രണ്ടും അടുത്തടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ തോട്ടി എടുത്തുകൊണ്ട് വരുവാണ്. ഇനിയുള്ള ക്യാമറാമാൻ എൻ്റെ വൈഫാണ് കേട്ടോ. ക്യാമറാമാനല്ല, ക്യാമറ വുമൺ. അങ്ങനെ മാങ്ങ പറിക്കാനുള്ള ശ്രമത്തിലാണ്. മഴ നനഞ്ഞിരിക്കുന്ന തോട്ടി ആയതുകൊണ്ട് നല്ല വെയിറ്റ് ആണ് കേട്ടോ. ഇത് കയ്യിൽ നിൽക്കാൻ ഭയങ്കര പാടാണ്. ഓരോ മാങ്ങയൊക്കെ ആയിട്ട് വീഴുന്നുണ്ട്. പിന്നെ നിങ്ങൾ മാങ്ങ പറിക്കുന്നത് കണ്ടേച്ചുവാ. യെസ്, ഒരെണ്ണം വീണിരിക്കുന്നു. അപ്പോഴത്തേക്ക് ഞാൻ മടുത്ത് കൈ കഴിച്ചായിരുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ മാങ്ങാപറി കഴിഞ്ഞു. അപ്പം നമുക്ക് ആ താഴെ വീണ മാങ്ങയൊക്കെ ഒന്ന് പെറുക്കിയെടുക്കാവേ. എല്ലാം ഒരു സ്ഥലത്ത് നമുക്ക് കൂട്ടിയിടാവേ. ഈ മാങ്ങയെല്ലാം പെറുക്കിയിടുവാണ് കേട്ടോ, കൂട്ടിലേക്ക് ആക്കുവാണ്. അത്യാവശ്യം മാങ്ങ കിട്ടി കേട്ടോ. ഇന്നത്തേക്ക് ഇത് മതി. അങ്ങനെ മാങ്ങായം കൊണ്ട് വൈഫിനെ പറഞ്ഞു വിട്ടു. ഇനി ചക്ക ഇടാനുള്ള പരിപാടിയാണ്. തോട്ടി ഒടിഞ്ഞു പോയായിരുന്നേ, അപ്പോൾ അതൊന്നുകൂടെ അരുവ കെട്ടേണ്ടി വന്നു. തോട്ടി ഒന്ന് പൊക്കുക എന്ന് പറയുന്ന നല്ല ചടങ്ങ് പിടിച്ച കേസാണ്. പിന്നെ നിങ്ങൾ ഈ ചക്ക ഇടുന്നൊന്ന് കണ്ടേച്ചോ. ഒരു ചക്ക പൊട്ടി ചെതറിപ്പോയി കേട്ടോ. അങ്ങനെ 3-4 ചക്ക കിട്ടി. അങ്ങനെ 5 ചക്ക ഉണ്ടായിരുന്നു. അതിൽ 4 മൂത്താണ്, ഒരെണ്ണം പോയി. അപ്പോൾ നമ്മുടെ അരുവൊക്കെ തോട്ടിൽ നിന്ന് അഴിച്ചു ഇവിടെ വെക്കുവാണ് കേട്ടോ. ഇനിയും ചക്ക ഇടാനുള്ളതല്ലേ. പിന്നെ ഗായ്സ്, ഇത് ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ടോയ്സിൻ്റെ വീഡിയോ ഒക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതും ഉണ്ടാവും. അപ്പം അതിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ അടുത്ത വീഡിയോയിൽ നമ്മളത് മാറ്റി ചെയ്യുന്നതാണേ. അപ്പോൾ ഇത്രയും ചക്ക കിട്ടിയതല്ലേ, ഒരെണ്ണം എടുത്ത് അടുത്ത വീട്ടിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാനിങ്ങ് എടുത്തുകൊണ്ട് പോകുന്നേ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇനിയും ഇതുപോലത്തെ വീഡിയോ കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.